അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 8ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ബ്രാക്കറ്റിൽ തന്നത് ആകെ 2 വാക്ക് മാത്രമാണ്. അപ്പോൾ ഈ 8 ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഏതാണ് അവിടെ യോജിപ്പിച്ച് എഴുതാനുള്ളത് എന്ന് മനസ്സിലാകും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് ഉപ്പയാണോ അല്ലെങ്കിൽ ഉമ്മയാണോ, മാതാവാണോ പിതാവാണോ? നമുക്കെല്ലാവർക്കും അറിയാം, പിതാവാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാറ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് പിതാവ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി തരുന്നത് ആരാണ്? ഉമ്മയാണ് അല്ലേ? അപ്പോൾ അവിടെ മാതാവ് എന്ന് എഴുതി ചേർക്കുക. മൂന്നാമത്തെ ചോദ്യം. വേദനിച്ചു പ്രസവിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ 10 മാസത്തോളം ഗർഭം ചുമന്ന് വേദനിച്ച് പ്രസവിച്ചത് ആരാണ്? മാതാവാണ് അല്ലേ? നമ്മുടെ ഉമ്മമാരാണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് മാതാവ് എന്നുള്ളതാണ്. ഇനി അടുത്തത് 10 മാസത്തോളം ഗർഭം ധരിച്ചു. അതും ആര് തന്നെയാണ്? നമ്മുടെ മാതാവ് തന്നെയാണ്. അപ്പോൾ അതും അവിടെയും മാതാവ് എന്ന് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്നതും ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നതും ആ പണം കൊണ്ട് നമുക്ക് പലതും വാങ്ങിത്തരുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ പിതാവാണ്. അപ്പോൾ അഞ്ചാമത്തതിൻ്റെ ആൻസറായി വരുന്നത് ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നു, അത് പിതാവ്. അപ്പോൾ അവിടെ പിതാവ് എന്ന് എഴുതി ചേർക്കുക. ഇനി ആറാമത്തത് രോഗമായാൽ നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നു. അപ്പോൾ നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മരുന്നൊക്കെ വാങ്ങിത്തരുന്നതൊക്കെ ആരാണ്? നമ്മുടെ പിതാവാണ്. അപ്പോൾ അവിടെ പിതാവ് എന്ന് എഴുതുക. ഏഴാമത്തത് ഭക്ഷണം പാകം ചെയ്യുന്നു. അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നത് ആരാണ്? മാതാവാണ്. അപ്പോൾ അവിടെ മാതാവ് എന്ന് എഴുതി ചേർക്കുക. അടുത്തത് എട്ടാമത്തതാണ് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാഗും ബുക്കും പെന്നും പെൻസിലും ഇതെല്ലാം പഠനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമുക്ക് വാങ്ങിത്തരുന്നത് ആരാണ്? പിതാവാണ്. അപ്പോൾ അവിടെ പിതാവ് എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. അദബുള്ള കുട്ടിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. അപ്പം അദബുള്ള കുട്ടികൾക്ക് നേരെ എന്ത് ചെയ്യണം? ശരി അടയാളപ്പെടുത്തണം. അപ്പം 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന് നമുക്ക് വായിച്ചു നോക്കാം. അദബുള്ള കുട്ടിയാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അദബുള്ള കുട്ടിയാണെങ്കിൽ അതിന് നേരെ നമുക്ക് ശരി അടയാളപ്പെടുത്താം. ഒന്നാമത്തത് റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണർന്നു. അപ്പോൾ അത് അദബുള്ള കുട്ടികൾക്ക് ഒരു ഉദാഹരണമാണ് അല്ലേ? നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണർന്നു. അപ്പോൾ അത് അദബുള്ള കുട്ടിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു കൊടുക്കുക? ശരി അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് രണ്ടാമത്തത് റഷീദ് മോൻ മദ്രസയിൽ വൈകി എത്തുന്നു. അപ്പോൾ മദ്രസയിൽ നേരം വൈകി എത്തുക എന്നുള്ളത് ഒരു അദബുള്ള കുട്ടിയുടെ അടയാളമാണോ? അല്ല. അപ്പോൾ അവിടെ തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് നോക്കാം. റാഷിദ് മോൻ ചങ്ങാതിയോട് സലാം പറഞ്ഞു. അപ്പോൾ റാഷിദ് മോൻ ചങ്ങാതിയോട് സലാം പറഞ്ഞു, അതൊരു അദബുള്ള കുട്ടിക്ക് ഉദാഹരണമാണ് അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് അർഷദ് മോൻ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നു. അപ്പോൾ ഉസ്താദ്മാരെയും മാതാപിതാക്കളൊക്കെ കാണുമ്പോൾ നമ്മളൊരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അദബുള്ള കുട്ടിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആ അദബുള്ള കുട്ടിക്ക് അർഷദ് മോൻ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ നേരെ എന്ത് അടയാളപ്പെടുത്തുക? ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് മുർഷിദ് മോൻ സലാം മടക്കിക്കൊണ്ട് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ മുർഷിദിനോട് ആരോ ഒരാൾ സലാം പറഞ്ഞു. അപ്പം അത് സലാം മടക്കിക്കൊണ്ട് പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ ഒന്ന് മുർഷിദിനോട് സലാം പറഞ്ഞപ്പോൾ ആ മുർഷിദ് മോൻ എന്ത് ചെയ്തു? സലാം മടക്കിക്കൊണ്ട്
വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അതൊരു അദബുള്ള കുട്ടിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ എന്താക്കുക, ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. അർത്ഥം എഴുതാം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്നാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥമായിട്ട്, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ഭാഗമാണ്. നമുക്ക് പകർത്തി എഴുതാം. അപ്പോൾ താഴെ 3ഓളം അറബികൾ നൽകിയിട്ടുണ്ട്, 3ഓളം വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം? എങ്ങനെയാണോ അവിടെ എഴുതിയത് അതുപോലെ തന്നെ പകർത്തി എഴുതി കഴിഞ്ഞാൽ 6 മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത് എന്താണെന്ന് വായിച്ചു നോക്കാം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അത് അതുപോലെ തന്നെ എടുത്ത് താഴെ ഭാഗത്ത് എഴുതുക. ഇനി രണ്ടാമത്തത് പഠനോപകരണങ്ങൾ, അതുപോലെ തന്നെ നോക്കിയിട്ട് പകർത്തിയിട്ട് താഴെ എഴുതുക. മൂന്നാമത്തത് വളരെ അധികം സ്നേഹിക്കണം, അതുപോലെ തന്നെ എന്താക്കുക, വളരെയധികം സ്നേഹിക്കണം എന്നത് അതുപോലെ എടുത്തിട്ട് പകർത്തി താഴെ എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 3 എഴുതി കഴിഞ്ഞാൽ ഓരോന്നിനും 2 മാർക്ക് വീതം 6 മാർക്കാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് 5ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഇമാം നബവിയുടെ പേര്. അപ്പോൾ ഇമാം നബവിയുടെ പേരെന്താണ്? അതാണ് താഴെ എഴുതാനുള്ളത്. യഹിയ ബിനു ഷറഫ്. യഹിയ ബിനു ഷറഫ്. രണ്ടാമത്തെ ചോദ്യം, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണ്? ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? നിന്റെ ഉമ്മയോട്. അപ്പോൾ നിന്റെ ഉമ്മയോട് എന്നാണ് നബി മറുപടി പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. 6ാമത്തെ ഭാഗമാണ്. ഉത്തരം എഴുതാം. ഇമാം നവവിയുടെ കഥ. അപ്പം ഇമാം നവവിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേലെ പറഞ്ഞ യഹിയ ബിനു ഷറഫ് എന്നവരുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം എഴുതുക. ഒന്നാമത്തത്, ഉമ്മയുടെ പ്രാർത്ഥന. ഉമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ. അതായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. രണ്ടാമത്തത്, വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചത്. അപ്പോൾ വെള്ളവുമായി നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ എന്താ ചോദിച്ചത്? മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? ഇനി മൂന്നാമത്തത്, ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞ മറുപടി എന്താണ് മറുപടി പറഞ്ഞത്? അതെ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാം എന്ന് കരുതി നിന്നതായിരുന്നു. അതാണ് മൂന്നാമത്തതിൻ്റെ ഉത്തരമായി വരുന്നത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.